അവന് വേറെ ഒന്നല്ല, അവനെ അവന്റെ ജോലി നഷ്ടപ്പെടുമെന്ന് പേടിച്ചിട്ടാ എറണാകുളത്ത് വർക്ക് ചെയ്യണത്. അതാണ് അത്. എറണാകുളത്തേക്ക് പോവില്ല, നീ പേടിക്കണ്ട. എന്നിട്ട് കഞ്ചാവ് കച്ചവടം പോവില്ല. തൃശൂർ അരണാട്ടുകരയിൽ 5 കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിലായി. ഒറീസ സ്വദേശി രാജേഷാണ് എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത്. കൊച്ചി നഗരത്തിൽ ഹോട്ടൽ തൊഴിലാളിയായി ജോലി ചെയ്യുന്ന ഇയാൾ സമയം ലഭിക്കുമ്പോഴൊക്കെ കഞ്ചാവ് കച്ചവടത്തിന് ഇറങ്ങാറുണ്ടെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇയാൾക്കൊപ്പമുള്ള മറ്റൊരാളെ കൂടി പിടികൂടാനുണ്ടെന്നും അയാൾക്കായി അന്വേഷണം നടക്കുകയാണെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. പ്രതി ഒറീസയിലുള്ള ആളാണ് പ്രതി. അപ്പോൾ ഈ വിജയവാഡയിൽ നിന്ന് കഞ്ചാവ് കിട്ടിയെന്നാണ് ആൾ പറയുന്നത്. ആളെ മൊഴി പ്രകാരം നമുക്കൊരു വിവരം കിട്ടി. നമുക്ക് ഇന്നലെ തൊട്ടേ അതിൻ്റെ സംഗതികൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ആ വിവരം കിട്ടി ആർക്കും കൊടുക്കാനായിട്ട് ഇവിടെ വന്നതാണ്. തുടർന്നാണ് ഞങ്ങൾ ആളെ എടുക്കുന്നത്. എൻ്റെ എക്സൈസ് ഇൻസ്പെക്ടർ സുധീർ KK ഒന്ന് പറഞ്ഞ പേര് ഡീറ്റെയിൽസ്. ആള് ഈ എന്താ പറയുക, ഇപ്പോൾ പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലായത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആള് എറണാകുളത്ത് ഹോട്ടലുകളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ ക്യാപ്പിൽ ഈ കഞ്ചാവ് കൊണ്ടുവരുന്നുള്ളൂ. അതാണ് ആളുടെ ബന്ധമുണ്ട്. ഇവര് തൃശ്ശൂരത്തെ മെയിൻ കൊട്ടേഷൻ ടീമുകൾക്ക് ഇവരാണ് സപ്ലൈ ചെയ്യുന്നത്. മെയിൻ കൊട്ടേഷൻ തൃശ്ശൂരായിട്ട് ബന്ധപ്പെട്ടുള്ള കൊട്ടേഷൻ ടീമുകൾക്ക് ഇവർ സപ്ലൈ ചെയ്യുന്നത്. അത് കൂടാണ്ട് ഇവിടെയുള്ള വിദ്യാർത്ഥികളുടെ ഇടയിലേക്കും സപ്ലൈ ചെയ്യുന്ന മെയിനായിട്ടുള്ള ഒരു ഏജന്റാണ് ഇയാൾ. അത് ഞങ്ങളിപ്പോൾ ചുരുങ്ങിയത് ഒരു മാസമായി ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു മാസം ഉറക്കൊളച്ച് ഞാൻ നോക്കണ്. കഴിഞ്ഞൊരു ദിവസം നമ്മുടെ കയ്യിൽ നിന്ന് ജസ്റ്റ് മിസ്സായി. കഴിഞ്ഞ ആഴ്ചയിൽ ഇത്തവണ വന്നപ്പോഴും രക്ഷപ്പെടാനെ നോക്കി ഒരു സ്ഥലത്ത് നിന്ന് മാറി രണ്ടാമത്തെ സ്ഥലത്തേക്ക് വന്ന് മൂന്നാമത്തെ സ്പോട്ടിൽ വെച്ചിട്ട് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായത്. കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മുടെ കയ്യിൽ നമുക്ക് പിടിക്കാൻ പറ്റില്ല. അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാളുടെ കയ്യിൽ നിന്ന് മേടിക്കാനായിട്ട് വന്ന ആളെ നമുക്ക് പിടികൂടാൻ കഴിയില്ല. ഇനി അന്വേഷണത്തിൽ പിടികൂടും. ഫോൺ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഫോണിന്റെ ഡീറ്റെയിൽസ് നമ്മൾ വിൽക്കാനായിട്ട് കൈമാറാനായിട്ട് എത്തുന്നതിൻ്റെ ഇടയിലാണ് പിടികൂടിയിട്ടുള്ളത്. അത് ഇനി തുറന്നുള്ള അന്വേഷണത്തിൽ ബാക്കിയുള്ള ആളുകാരെ പിടികൂടും. പിന്നെ ഇയാളുടെ ഫോണിൽ നിന്ന് കിട്ടിയിട്ടുള്ള മറ്റുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ട് ബഹുമാനയുടെ AC അദ്ദേഹം പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവർക്ക് വിമുക്തി മുഖേന അവർ ബോധവൽക്കരിച്ചുകൊണ്ട് അവർക്ക് ഡീഅഡിക്ഷൻ സെൻ്ററിലൊക്കെ കൊണ്ടുപോയി അവരെ നല്ല രീതിയിലേക്ക് ആക്കി കൊണ്ടുവരാനായിട്ടുള്ള ശ്രമം ഉണ്ടാവും എന്നുള്ള ആളെ അതിനുള്ള നിർദ്ദേശം തന്നിട്ടാണ് പോയിട്ടുള്ളത്. സിന്തറ്റിക്കിൻ്റെ ഡ്രഗ്സ് നിന്നോടുകൂടിയിട്ട് സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് വെച്ചാൽ അത് കുറച്ചും കൂടിയും എഫക്റ്റീവാണ് ആൾക്കാർക്ക് കണ്ടപ്പോൾ. അപ്പോൾ ഈ കഞ്ചാവ് അങ്ങനത്തെ സാധനങ്ങളാണ് ഇപ്പോൾ കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത്. അതിലേക്ക് മാറാനുള്ള ഒരു ടെൻഡൻസിയിലേക്ക് സിന്തറ്റിക് ഡ്രഗ്സ് കഴിച്ച് കഴിഞ്ഞാൽ അത് അഡിക്ഷൻ ആവുന്നുള്ള തോന്നലുകൊണ്ട് ആൾക്കാർ ഇപ്പോൾ കഞ്ചാവിലേക്ക് വീണ്ടും തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ കുറേ നിരീക്ഷിച്ച് അവസാനം പല സ്ഥലങ്ങളിലായിട്ട് ഇവർ കൊടുത്തു പോവാണ്. ഇവിടെ വന്നിറങ്ങിയിട്ട് നമ്മളെ കുറച്ച് ആൾക്കാർ ഇതിൻ്റെ കച്ചവടക്കാർ നമ്മൾ നിരീക്ഷിച്ചപ്പോൾ ഇവർ ഇവിടെ പല സ്ഥലങ്ങളിലായിട്ട് മാറി വന്ന് വാങ്ങണമെന്ന് കണ്ടപ്പോഴാണ് ഞങ്ങൾ ഇത് നോക്കിയിട്ട് ഇന്നലെ ഒരു ഇൻഫർമേഷൻ കിട്ടി. ആ ഇൻഫർമേഷൻ്റെ പ്രകാരം ഞങ്ങൾ ബാക്കിൽ വന്നിട്ടാണ് ഈ സാധനം പിടിക്കുന്നത്.